യുപിയിലെ റായ്ബറേലി സീറ്റിൽ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും റായ്ബറേലിയിൽ നിന്നും ലോക്സഭയിലെത്തിയത് മറ്റൊരു ഗാന്ധിയാണ്. നെഹ്റു നേരിട്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ MP കോൺഗ്രസുകാരനായ ഫിറോസ് ഗാന്ധി. നെഹ്റു കുടുംബത്തോടുള്ള ആരാധനയാണ് ഫിറോസിനെ ഇന്ദിരയോട് അടുപ്പിച്ചത്. എന്നാൽ റായ്ബറേലിയിൽ നിന്നും ജയിച്ചെത്തിയ ഫിറോസ് ഗാന്ധി പാർലമെന്റിൽ മറ്റൊരാളായി. ആദ്യ പ്രസംഗത്തിൽ തന്നെ അഴിമതിക്കെതിരെ ഫിറോസ് ആഞ്ഞടിച്ചു. രാമകൃഷ്ണ ഡാൽമിയയുടെ ഇൻഷുറൻസ് കമ്പനിയിലെ അഴിമതി അദ്ദേഹം എണ്ണി പറഞ്ഞു. ആ പ്രസംഗത്തിന് പിന്നാലെ ഡാൽമിയ ജയിലിലേക്ക്. വൈകാതെ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചു. 57-ൽ വീണ്ടും ഫിറോസ് സഭയിലേക്ക് ജയിച്ചെത്തി. വീണ്ടും അഴിമതി തുറന്നുകാട്ടി. ഹരിദാസ് മുന്ദ്രയുടെ കമ്പനിയും LICയും തമ്മിലുള്ള അഴിമതി ഇടപാടുകളായിരുന്നു വിഷയം. നിങ്ങളുടെ മന്ത്രിസഭയിൽ അഴിമതിയുണ്ടെന്ന് നെഹ്റുവിന്റെ മുഖത്തു നോക്കി ഫിറോസ് പറഞ്ഞു. പാർലമെന്റ് അഴിമതി വിരുദ്ധ സമരത്തിന്റെ അരങ്ങാണെന്ന് ഫിറോസ് ഗാന്ധി സ്വന്തം സർക്കാരിനും പ്രതിപക്ഷത്തിനും പറഞ്ഞു കൊടുത്തു.